ഹരിയോ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം എല്ലാവർക്കും നേരെ ഇരിക്കണ്ടായി. നമ്മൾ നേരെ ഇരുന്നുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് ആ ശ്വാസം വിട്ടുകൊണ്ട് 3 പ്രാവശ്യം ഓങ്കാരം ചേർക്കാം. ഓം ഗണാനാഹം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം ഉപമസ്തവസ്തമം ജഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദഹാരത്സന്നോതി വിസീദസാദനം പ്രണോ ദേവി സരസ്വതി വാജിനീവതി ധീനാമവിദ്യവതു. ഓം ഗും ഗുരുഭ്യോ നമഃ ഋഷിഭ്യോ നമഃ സർവദേവദേഭ്യോ നമഃ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നമ്മള് സമയം 8:15 കാരണം കൊണ്ട് എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള സ്ഥിതിയുണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയം നമ്മള് പ്രഭാഷണം പറയുന്നില്ല. നമുക്ക് ഇനി ദിവസങ്ങൾ കണക്കാണല്ലോ പറയാൻ. എങ്കിലും ഭാഗവതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നിർത്താം. ഞാൻ വന്നപ്പോഴ് ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ആനന്ദചേട്ടനാണ്. പേര് തന്നെ ആനന്ദമാണ്. ആനന്ദമാണ് സ്വരൂപവും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നമ്മള് ഈ മീറ്റിംഗിനകത്ത് തന്നെ പറഞ്ഞത് ഭാഗവതം എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞില്ലേ? ആ വാക്ക് യാദൃശ്ചികമല്ല. ഈശ്വരും പ്രപഞ്ചവും ദേശികന്താനും ഞാനും ഈശ്വരന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേ. ഈശ്വരും പ്രപഞ്ചവും ദേശികന്താനും ഞാനും ഈശ്വരന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേ. അന്നേരം മായാമയമായ ബഹുത്വങ്ങളൊന്നുമേ കാണാനില്ല ഞാനൊഴിഞ്ഞൊരേടത്തും. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായ വേണം. അത് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ ഭരത നാരായണായ നമഃ. നമ്മൾ ദിവസവും ചൊല്ലുന്നതായ ഈ മന്ത്രത്തെ അതിൻ്റെതായ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുവാനുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ആയതിനുപദേശ സാധനം ഇതുതന്നെ നന്നായി ചെവി തന്നു കേട്ടുകൊള്ളുകിൽ മറ്റൊന്നും നിരയാതെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ വാഗൊണ്ട് നമ്മളെല്ലാം പറയുന്നുണ്ടേ എങ്കിലും നമ്മുടെ മനസ്സിൽ സത്യത്തിൽ അങ്ങനെയല്ല. ആരും അന്ന് ചേട്ടാ അല്ല എന്നതല്ലേ യാഥാർത്ഥ്യം. വാഗൊണ്ട് മാത്രമുള്ള പറച്ചിലേ ഉള്ളൂ. എന്തുകൊണ്ട് വാഗൊണ്ട് മാത്രം പറയുന്നു? എന്തുകൊണ്ട് നമുക്കത് യാഥാർത്ഥ്യമാണ് എന്ന് അനുഭവമില്ലാത്തത് കൊണ്ടാണ്. ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നമുക്ക് ബോധം വരണ്ടേ, ഉറപ്പ് വരണ്ടേ? ചുമ്മാതെ കേവലം പഠിച്ചു അത് അതിനെ അതുപോലെ ഛർദ്ദിച്ചു എന്നുള്ളതുകൊണ്ടാകുമോ? ആകത്തില്ല. അതുകൊണ്ട് എന്തു വേണം?
ഭാഗവതം എന്തിനു വേണ്ടിയുള്ളതാണ്? പത്മാദി പുരാണങ്ങളൊക്കെയും നന്ന് എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലോ. എല്ലാ പുരാണങ്ങളും കൊള്ളാം, പക്ഷെ ഇതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്താണ്? ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലോ. അതുകൊണ്ട് ഭാഗവതം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ആത്മാവ് എന്താണ്, അതിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്. ആത്മതത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ പത്മാദി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലോ. ഈ ആത്മതത്വം അറിയുക എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ്, ഇത് ചേട്ടാ ഇല്ലേ? പക്ഷെ എന്തോന്നാണ് ഈ ആത്മതത്വം അറിയുക എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ഇതിനെ അറിയാൻ പറ്റുന്നത്? എന്തോന്ന് അറിയേണ്ടി ആത്മതത്വം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ എല്ലാ മനസ്സിലും ഒരുപാട് ആശങ്കയുണ്ട്, ഇല്ലേ ജീവിതം? അങ്ങനല്ലേ? ഉത്കണ്ഠയില്ലേ? ജീവിതം മുഴുവൻ ഉത്കണ്ഠയാണ്, അല്ലേ? ഏതെങ്കിലും ഒക്കെ രീതിയിലുള്ളതായ ആശങ്കകളാണ്, ഭയമാണ് നമ്മളെ ഭരിക്കുന്നത്, ആണോ ഇല്ലയോ? ഇങ്ങനെയല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് സംസാര ദുഃഖം. എന്താണ് സംസാര ദുഃഖം? അതിലാണ് നമ്മൾ ഇപ്പോഴേ പഠിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നല്ലതുപോലെ ഉറങ്ങിക്കിടക്കുക, നമുക്ക് ശരീരബോധമുണ്ടോ? ഇല്ല. സ്ഥലകാല ബോധമുണ്ടോ? ആണാണോ പെണ്ണാണോ നല്ല ബോധമുണ്ടോ? ഒരു ബോധവും ഇല്ല. എന്തെങ്കിലും ദുഃഖമുണ്ടോ? ഒരു ദുഃഖമില്ലല്ലോ, ഇല്ലേ? ഒരു ദുഃഖമില്ലേ? നമ്മൾ ഉണർന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക? നല്ല സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയുക. അപ്പൊ അവിടെ നമ്മൾ അനുഭവിച്ചത് സുഖമായില്ലേ? അങ്ങനല്ലേ? പക്ഷെ മനസ്സ് ഉണർന്നു വന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സങ്കരം പിന്നെ അല്ലി പറഞ്ഞിട്ടാ. അതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഒരു ദുഃഖവും ഇല്ലാതെ, സ്ഥലകാല ബോധമില്ലാതെ, ഞാൻ ഏത് ജാതി ഏത് മതം ആരാണോ പെണ്ണോ എന്നൊക്കെ അറിയാതെ നമ്മൾ കിടന്ന ആ അവസ്ഥയിൽ നമ്മൾ ഈ ശരീരത്തിലുണ്ട്, ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ടല്ലേ ഈ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്, അല്ലേ? ആ സമയത്ത് നമ്മൾ ഉണ്ടല്ലേ? ആ നമ്മളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും അറിയാമോ? നമ്മൾ ആ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു ദുഃഖവും അനുഭവിക്കാതെ അങ്ങനെ കിടന്നപ്പോഴും നമ്മുടെ ഈ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്ന ആ നമ്മളെ കുറിച്ച് നമുക്കറിയാമോ? ഒന്നും അറിയത്തില്ല. അറിയാമോ ചേട്ടാ? അറിയോ? അറിയത്തില്ല. അപ്പോഴ് അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ലേ? അപ്പൊ നമ്മൾ പറയാം സത്തു പോയി. എന്തു പോയി? സത്ത് പോയി, ഇല്ലേ? പക്ഷെ ആ പോയ സത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ല. അറിയാമോ? അറിയത്തില്ല. പിന്നെ നമുക്ക് എന്തിനെ കുറിച്ച് അറിയാമെന്നേ? മനസ്സുണർന്നു വന്നു കഴിയുമ്പോൾ മനസ്സ് സൃഷ്ടിക്കുന്നത് എന്താണോ അതിനെ കുറിച്ച് അറിയാല്ലേ? ആ മനസ്സിന് അപ്പുറത്തുമുള്ള നമ്മുടെ യഥാർത്ഥമായ സത്തയെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അറിയാമോ ചേട്ടാ? അറിയത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇപ്പം നമ്മൾ ഈ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അസത്ത്. സത്ത അല്ല. എന്താണ്? അസത്ത്. നല്ലത് അല്ലാത്തത്. നമ്മളറിയില്ലോ അസത്ത് പറഞ്ഞ കേൾക്കാത്തവരെ എന്ന് പറയത്തില്ലേ? അസത്ത്, നല്ലത് അല്ലാത്തത്. ഈ അസത്തിൽ നിന്ന് എന്ത് വേണം? അസതോമ സദ്ഗമയ. ആ സത്തിനെ അറിയാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ്? അസത്തെ എന്ന ഈ അവസ്ഥയിൽ നിന്നും ആ സത്തിനെ അറിയാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താ? സുഖം അനുഭവിക്കാൻ വേണ്ടി ഇരുട്ടി തപ്പുന്നവരെ നമ്മൾ ആദ്യം അല്ലേ? എന്തെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടുന്ന സുഖം അനുഭവിക്കാൻ വേണ്ടി സുഖം അനുഭവിക്കുന്നുണ്ടോ? ഒന്നിനോടൊക്കെ ഒന്ന് ദുഃഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇരുട്ടി തപ്പുക. അതുകൊണ്ട് പറയുക തമസോമ ജ്യോതിർഗമയ. അതിലാണ് എല്ലാ അറിവും അധിഷ്ഠിതമായിരിക്കുന്നത്. യാതൊന്നിലാണോ എല്ലാ അറിവും അധിഷ്ഠിതമായിരിക്കുന്നത് ആ സത്തിലേക്ക് പോകണം. ആ സത്തിനെ അറിയണം. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. എന്നിട്ട് പറയുകയാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഈ ദുഃഖപൂർണമായ അവസ്ഥ, അതിന്റെ പര്യായമാണ് മൃത്യു.
നമുക്ക് സാധാരണക്കാർക്ക് മൃത്യു എന്ന് പറഞ്ഞാൽ മരണമെന്ന് മാത്രമേ അറിയുള്ളൂ അല്ലേ? മൃത്യു എന്ന് പറഞ്ഞാൽ കാലം, ഭയം, സംസാരം, അങ്ങനെ ഒരുപാട് പര്യായങ്ങളാണ്. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖപൂർണമായിരിക്കുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കുന്ന പേരാണ് മൃത്യു. ഈ മൃത്യു ഓർമ്മ അമൃതം ഗമയ, അവിടെയാണ് അമൃതാത്മകത, അവിടെയാണ് എന്റെ ആനന്ദമുള്ളത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ സത്യനെ അറിയണം, ഈ തമസിൽ നിന്നും ആ ജ്യോതിസിനെ അറിയണം, ഈ മൃത്യുവിൽ നിന്നും ആ അമൃതത്തെ അറിയണം. പറയാൻ കൊള്ളാം, പക്ഷെ നടക്കത്തില്ല. നടക്കൂ ചേട്ടാ? നടക്കുവോ? നടക്കണം. എങ്ങനെ നടക്കും? എങ്ങനെ നടക്കണ്ടേ? എന്റെ ചേട്ടൻ, നമ്മളെല്ലാം ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉപരിതലമാകുന്ന ആ സ്വാർത്ഥതയിൽ കിടന്നു പെരളുന്നവരാ, അതോ ഇല്ലയോ? ആ മനസ്സിന്റെ ആ ഉപരിതലത്തിലെ സ്വാർത്ഥതയിൽ കിടന്നു പെരളുകയല്ലാതെ കണ്ട് അതിന്റെ ആഴത്തിലെ മധുരമിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാറുണ്ടോ? മനസ്സിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകാറുണ്ടോ? ഉണ്ടോ ചേട്ടാ? ഇല്ല. ഈ പുറത്ത് കിടന്നുകൊണ്ടുള്ള ആ സ്വാർത്ഥതയെ കിടന്ന് പറയുന്നതിന് പകരം ആഴമേറും നിന്മഹസ ആഴിയിൽ ഞങ്ങളാകവേ ആരണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആ മനസ്സിന്റെ ആഴത്തിലേക്ക് നോക്കണം. പുറത്ത് കണ്ണും കുറച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ എന്നും പറഞ്ഞു കഴിയുമ്പോൾ കാര്യം നടക്കുമോ? നടക്കത്തില്ല. അതുകൊണ്ട് ആഴമേറും നിന്മഹസ ആഴിയിൽ ഞങ്ങളാകവേ ആരണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. മനസ്സിന്റെ ആഴങ്ങളിലാണ് സുഖം ഇരിക്കുന്നത്. ഈ സ്വാർത്ഥതാപരമായ ഉപരിതലത്തിൽ അല്ല സുഖം ഇരിക്കുന്നത്, മനസ്സിന്റെ ആഴത്തിലേക്കാണ്. അങ്ങനെ ആഴത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അത് അവിടെ ചെന്ന് തസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ഓരോന്നിനെ എണ്ണി തടഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകണം. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി അകത്തേക്ക് പോകുമ്പോൾ ആദ്യമേ കാലബോധമേ നഷ്ടപ്പെട്ടു പോകും. എത്ര സമയം ഓർമ്മ വരുത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെ കാലത്തിനെ എണ്ണി, പിന്നെ സ്ഥലബോധം ഉണ്ടാകത്തില്ല. അങ്ങനെ സ്ഥലത്തിനെ എണ്ണി ഇല്ലേ? അപ്പൊ പിന്നെ പാത്രം കടിച്ചാലോ ഈച്ച വന്നിരുന്നാലോ അറിയത്തില്ല, ദേഹത്തിൽ എന്തെങ്കിലും സ്പർശിച്ചപ്പോഴും അറിയത്തില്ല ഇല്ലേ? അപ്പൊ ദേഹത്തിനെ എണ്ണി, പുറത്തുനിന്നും കാണാനില്ല, കേൾക്കാനില്ല, രുചിക്കാനില്ല, മണക്കാനില്ല. ആ ഇന്ദ്രിയങ്ങളെല്ലാം ആമ എങ്ങനെയാണോ ഉള്ളിലേക്ക് തന്റെ അവയവങ്ങളെ വലിക്കുന്നത് അതുപോലെ അകത്തേക്ക് വലിഞ്ഞു ഇല്ലേ? അങ്ങനെ 5 കിളികളെയും ഏത് വീട്ടി തള്ളി എണ്ണി. കഷ്ടപ്പെടി കിട്ടുന്നുണ്ടോ? അത് കഴിഞ്ഞ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാലോ മനസ്സ് സൃഷ്ടിക്കുന്ന കുറെ വികാരങ്ങളാ, അതോ ഇല്ലേ? അങ്ങനല്ലേ? ആ മനസ്സ് സൃഷ്ടിക്കുന്ന വിചാരങ്ങളെ എല്ലാം എണ്ണി പോയി കഴിഞ്ഞ് ആ മനസ്സ് അസ്പന്ദമാകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ലേ? അസ്പന്ദമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആ അവസ്ഥയിലേക്ക് പോകണം. അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം? ഇപ്പൊ ഞാന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്നെ കേൾക്കല്ലേ? ഇപ്പം പറയുന്ന ഞാനുണ്ട്, കേൾക്കുന്ന നിങ്ങളുണ്ട്, കേൾവി എന്ന് പറയുന്നതായ ക്രിയയുണ്ട് ഇല്ലേ? അങ്ങനില്ലേ? നമ്മൾ അനുഭവിക്കുന്ന വിഷയമുണ്ട്, അനുഭവിക്കുന്നവരുണ്ട്, അനുഭവിക്കുക എന്നുള്ള കർമ്മമാണ് നടക്കുന്നില്ലേ? നടക്കുന്നില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് ത്രിപുടി. എന്താണ് ത്രിപുടി? അപ്പോഴ് ഈ മനസ്സങ്ങ് നിഷ്പന്ദമായി കഴിഞ്ഞാൽ ത്രിപുടി മുടിഞ്ഞു. എന്തായി? പിന്നെ ത്രിപുടി മുടിഞ്ഞു. അങ്ങനെ ത്രിപുടി മുടിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. അപ്പോൾ പ്രകാശം ഇങ്ങനെ പൊന്തി വരും. ആ ത്രിപുടി മുടിഞ്ഞാൽ എന്തുണ്ടാകും? ത്രിപുടി മുടിഞ്ഞു പൊന്തിടുന്ന ദീപം. ഒരു പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു വരും. അതോ ത്രിഭുവന സീമ കടന്നു തിങ്ങി
മൂന്ന് ലോകത്തെയും അതിജീവിച്ചിട്ട് ആ പ്രകാശം ഇങ്ങനെ താരായി നിൽക്കുന്നതായിട്ട് അനുഭവിക്കുമാകും. താരായി നിന്ന് ഇങ്ങനെ വിളങ്ങും. സീമ ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിളങ്ങും. ത്രിപുടി മുടിഞ്ഞാൽ ആ പൊന്തി വരുന്നതായ ദീപം അവിടെയാണ് എന്റെ അറിയുന്നത്. പ്രപഞ്ച ഉപശമം ശാന്തം. പ്രാപഞ്ചികമായ അനുഭവങ്ങളൊന്നുമില്ല. ശിവം അദ്വൈതം പരമാനന്ദമാണ്. പരമാനന്ദമാണ്. ചതുർത്ഥം മന്യന്തേ അത് ഈ ആത്മാവിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലമാണ്. സ ആത്മാ സ വിജ്ഞേയ അത് നിന്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ അറിയണം. പറഞ്ഞേ മനസ്സിലായോ? ഈ ആത്മാവിനെ ആരാണോ അറിഞ്ഞത്, ആ ആത്മാവ് ഒന്നാണ് എന്ന ബോധത്തിലേക്ക് ആരാണോ ഉണർന്നത്, അവനെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. ആ തലത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. എന്തുകൊണ്ട്? ആത്മാവെല്ലാം ഒന്നാണ് എന്ന അനുഭവത്തിലേക്ക് ഉയരുന്നു. സർവ്വതിന്റെയും ആത്മാവ് ഒന്നാണ് എന്ന് ഉയരുന്നു. ആ തലത്തിലേക്ക് പരന്ന വെളിവിങ്ക നിരന്നു കാണാം പറഞ്ഞിടാൻ അരുതാത്ത പരമാനന്ദത്തോട്, പറയാൻ പറ്റാത്ത പരമാനന്ദത്തോടുകൂടി ആ പരന്ന വെളിവിങ്കൽ നിരന്നു കാണുന്ന ആ പരമപ്രകാശമാണ് എന്റെ സർവ്വരിലും വർദ്ധിക്കുന്നതായ ആത്മ ചൈതന്യം എന്ന ബോധം ഉണർന്നവനെ സംബന്ധിച്ചിടത്തോളം, അനുഭവിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇതാണ് വേദം പറയുന്നത്. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മൈവ ഭൂതാനാജ്ഞാൻ കേനഭോ അഗ്രതിസ്പർദ്ധിതം. ബ്രഹ്മം ഒന്ന് മാത്രമാണ് നിങ്ങളുടെ എല്ലാം മൂലമായി ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്തിന് ഗോത്രത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പരസ്പരം പ്രാർത്ഥിക്കണം? ബ്രഹ്മൈവ ഭൂതാൻ ആജ്ഞാൻ കേനഭോ അഗ്രതിസ്പർദ്ധിതം. ഇതിനെ അറിഞ്ഞവൻ പറയുന്നതാണ്. അവിടെ സ്പർദ്ധയ്ക്ക് യാതൊരു കാരണവുമില്ല. എല്ലാവരുടെയും ശരീരം പഞ്ചഭൂതാത്മകമാണ്. എല്ലാവരുടെയും ആത്മാവ് ഒന്ന് തന്നെയാണ്. പക്ഷേ ജന്മാന്തരങ്ങളിൽ കൂടി സമ്പാദിച്ചു കൊണ്ടുവന്നതായ ഒരു സംസ്കാരമുണ്ടല്ലേ, ആ സംസ്കാരമാണ് നമ്മളെ എല്ലാം പലതാക്കി മാറ്റുന്നത്. പല സ്വഭാവമുള്ളതാക്കി മാറ്റുന്നതെല്ലാം നമ്മുടെ ആർജിത സംസ്കാരം മാത്രമാണ്. ആ ആർജിത സംസ്കാരത്തെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ആത്മാവിന്റെ തലത്തിലും ശരീരത്തിന്റെ തലത്തിലും നമ്മൾ ഒന്നാണ്. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞു പറയുന്നത്, ഈശ്വരനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരന്റെ കാരുണ്യത്താൽ കേവലവും ഒന്നായി അല്ലേ. അങ്ങനെ കാണുമ്പോഴോ അയം ബന്ധു അയം ആർക്കാണ് അവന്റെ ബന്ധുവാണ്, അവന്റെ ബന്ധുവല്ലാത്ത തോന്നലുണ്ടാകുന്നത്? മനസ്സിന്റെ ഈ സ്വാർത്ഥതാപകമായ തലത്തിൽ മാത്രം കിടന്നു പകർന്ന സങ്കുചിത മനസ്കരല്ലേ. ഉദാരചരിതാനാം വസുദൈവ കുടുംബം. ആ മനസ്സിന്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് ആ സത്യെ അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം വസുധ ഒറ്റ കുടുംബമാണ്. എന്താണ്? ഒറ്റ കുടുംബമാണ്. ആ അതിലേക്ക്, ആ സത്തയിലേക്ക് അങ്ങനെ പ്രാപിച്ചു ചെന്നാൽ എന്താ പ്രയോജനം? ആദ്യത്തെ പ്രയോജനം ഇതാണെന്റെ ആദിമൂല ശ്രീ പരമാനന്ദസ്വത. ആദിമൂലം എന്ന് പറയുന്നത് ആ സത്തയുടെ പേരാണ്. ആ സത്തയിലേക്ക് നമ്മൾ ഇത് ചെന്നു. അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുമ്പ് പറഞ്ഞതുപോലെ പരന്ന വെളിവിങ്കൽ നിരന്ന് കാണുന്ന പരാപര ജ്യോതിഷമായിട്ട് ഇതിനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഇരിക്കുക അല്ല, അതൊന്നും ഉണർന്നു വരും. ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാതെരാൽ ഉണർന്നു. അങ്ങനെ ഉണർന്നു പറഞ്ഞാലോ, ഇതിനോരമൃതവും പാനം ചെയ്തു അനുദിനമാനന്ദിച്ചു. അപ്പോഴേ ഉണർന്നു വന്നാലും മനസ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്നതുപോലെയുള്ള സംസാര ദുഃഖമല്ല, മറിച്ചു അഖണ്ഡ സുഖാനുഭൂതിയായിരിക്കും. എന്തായിരിക്കും? അഖണ്ഡ സുഖാനുഭൂതി. എപ്പോഴും ഇങ്ങനെ വഴിയുന്നതായ അമൃതം. ആ അമൃതവും ആനന്ദിച്ചലസാരെ അതും അനുഭവത്തിലുള്ള ഇരിക്കുക ഇല്ല. അലസതയില്ലാതെ കർമ്മനിരതരാകുകയാണ്.
എന്തിനു വേണ്ടി? താൻ അനുഭവിച്ച ആ സത്തയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാൻ വേണ്ടി അലസതയില്ലാതെ കണ്ട് കർമ്മനിരതരായിരിക്കും. അങ്ങനെ അലസതയില്ലാതെ കർമ്മനിരതരായിരിക്കുമ്പോഴും അഖണ്ഡ സുഖാനുഭൂതി ഉണ്ടാകുന്നത് ഉള്ളിന്റെ ഉള്ളില്. അതാണ് അഹിമൂല ശ്രീ പരമാനന്ദ സ്വരയിൽ നിന്ന് ആദരാലുണർന്നു. അപ്പോഴോ ഇതിനോരമൃതവും പാനം ചെയ്തു. എന്നിട്ടോ അനുദിനം ആനന്ദിച്ചു, എപ്പോഴും ആനന്ദിച്ചു. എന്നിട്ടോ അലസനായിരിക്കാതെ കർമ്മനിരതനാകുന്നു. അങ്ങനെയുള്ളതായ ഒരു മനസ്സാണ് ആർക്കുള്ളത്? നമുക്ക് ഈ ഭാഗവതം വിവർത്തനം ചെയ്തതായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റേത് എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്ന ഭാഗവതം. ആ മനസ്സിനെ വിളിച്ചൊരു സുഖമായിട്ട, ഒരു പക്ഷിയായിട്ട. കാരണം നമ്മുടെ കാഴ്ച, നമ്മുടെ വീക്ഷണം ക്രിസ്തുവാ, വളരെ ചുരുങ്ങിയതാണ്. അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളമോ അതിന്റെ വീക്ഷണം നമ്മളോടൊപ്പം അല്ലാതോ, അതിന്റെ വീക്ഷണം വിശാലമാണല്ലേ. അങ്ങനെ വിശാലമായിരിക്കുന്ന വീക്ഷണമുള്ളതായ ആ ഒരവസ്ഥയെ ഉപമിച്ചതാണ് എന്റെ ശുഖപൈതലായിട്ട്. ഇതാണ് ശുഖ പൈതലായിട്ട്. അങ്ങനെ വിശാലമായ വീക്ഷണത്തോടുകൂടി കഴിയുന്നതായ മനസ്സാകുന്ന ശുഖ തന്നെ മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പ്, മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പ് മാനസം തെളിഞ്ഞ് ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാൻ. മനസ്സ് തെളിഞ്ഞിട്ട് ആ പറഞ്ഞതായ ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാൻ എത്രയോ എളുതായ സാധനം പാപക്ഷയം മാധവരഹിതം നീ സ്വന്തം മടിയാതെ. അപ്പൊ എന്തിനീ മാധവം പറയുന്നത്? എപ്പോഴും ഈ മനുഷ്യഭാവം വെറുതെ പാഴായി കളയാതെ കണ്ട് ആ ദിവ്യവും സ്വാഭാവികവുമായിരിക്കുന്ന ആനന്ദാനുഭൂതിയെ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം പറയുന്നത്. ആശുപത്രിയില്ലേ അല്ലെ? ഇതിനെ വിളിക്കുന്ന പേരാണെന്നത് അദ്വൈത സിദ്ധാന്തം. എന്താണ് അദ്വൈത സിദ്ധാന്തം? ഈശ്വരനും പ്രപഞ്ചവും ഗുരുവും ഈ കാണപ്പെടുന്നതെല്ലാം കേവലം ഒരേ ഒരു സത്തയാണ്. ഏകം സത്ത് വിഭാവന്തി. അങ്ങനെ കാണുന്നതിനെ പറയുന്ന പേരാണെന്ന് അദ്വൈത ദർശനം. അശക്തല്ലേ? അതിനുള്ള ഇനി ഇതിനെ കാണാനുള്ള മാർഗം എന്താ? എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണുന്നത് മനസ്സിനെ ശീലിപ്പിക്കുന്നതാണ് മാർഗവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടത് നാരായണ സ്മൃതികൾ, യാതൊന്ന് ചെയ്വത് നാരായണാർച്ചനകൾ, യാതൊന്ന് ഭക്തഹരി നാരായണായ നമഃ. ഇതാണ് അദ്വൈത ഭക്തി. ഇതാണ് അദ്വൈത ഭക്തി. അതുകൊണ്ട് ആ അദ്വൈത സിദ്ധാന്തത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം എന്താണ്? അദ്വൈതമായിരിക്കുന്ന ഈ ഭക്തിയായ എല്ലാറ്റിനെയും നാരായണനായിട്ട് കാണുക. ഞാനും നാരായണൻ, ആനന്ദനും നാരായണൻ, ചേച്ചിയും നാരായണൻ, എല്ലാവരും നാരായണൻ. നാരായണൻ എല്ലാവരും ഒന്നുമില്ല എന്ന് കണ്ട് ശീലിക്കണം. പക്ഷെ പറയാൻ എളുപ്പം നടക്കുന്നു. എനിക്ക് വീട്ടിൽ ചിലപ്പോൾ എന്റെ കൊച്ചാക്കി എനിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ കൊച്ചുക. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാതൊന്ന് കണ്ട നാരായണ പ്രതിമ. പ്രായോഗിക തലത്തിൽ വെച്ചത് ഒരു കേട്ടാണ് പറയാനേ കൊള്ളാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് അത്ര എളുപ്പമല്ല ഈ അദ്വൈത ഭക്തി. ആണോ? അല്ല. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് ദ്വൈത ഭക്തിയാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇറങ്ങുന്നത് എന്താണ്? ദ്വൈത ഭക്തിയാണ്. അതെങ്ങനെയാ? നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ് ഈശ്വരൻ. എല്ലാവരുടെയും ആത്മാവാണ് ഈശ്വരൻ. തൽക്കാലമായി ഈശ്വരനെ നമ്മളിൽ നിന്ന് അന്യമായ നമുക്കെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ഈശ്വരനായിട്ട് സങ്കല്പിക്കുന്നു. ശിവനാകാം, ദേവിയാകാം, വിഷ്ണുവാകാം, കൃഷ്ണനാകാം, സുബ്രഹ്മണ്യനാകാം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഭാവത്തിൽ നമ്മളിൽ നിന്ന് അന്യമായിരിക്കുന്ന ഒരു ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കുന്നു. ആ ഈശ്വരനോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയുന്നു. ആ ഈശ്വരനാണ് നമുക്ക് എല്ലാത്തിനെയും സാധ്യമാക്കി തരുന്നത് എന്നങ്ങ് വിശ്വസിക്കുന്നു. ആ ഭഗവാനോട് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങ് അടുക്കുന്നു. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ആകാം അല്ലേ? ആ ഭഗവാന്റെ ദാസനാകാം. ഭഗവാനെ പോലെ
ആ ഭഗവാന്റെ കൂട്ടുകാരനാകാം. ആരെ പോലെ? അർജുനനെ പോലെ. ആ ഭഗവാന്റെ അച്ഛനും അമ്മയും ആകാം. ആരെ പോലെ? യശോദാമയും നന്ദഗോപരെയും പോലെ. അല്ലേ? ആ ഭഗവാന്റെ ഒരു സേവകനാകാം, വിഭീഷണനെ പോലെ. ഇത് ഒന്നുമല്ലെങ്കിൽ ആ ഭഗവാനെ പ്രേമിക്കേ. ആരെ പോലെ? ഗോപികമാരെ പോലെ. ആ ഭഗവാനെ അങ്ങ് പ്രേമിക്കേ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആ ഭഗവാനിൽ മനസ്സിനെ അങ്ങ് ലയിപ്പിക്കുക. അവസാനം ആ ഭഗവാനിൽ നമ്മൾ ഒന്നാണ് എന്ന ബോധത്തിലേക്ക് ഉയരുക. ഇതേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നാളെ മുതൽ നമ്മളുടെ ആത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ നമ്മളുടെ അവതാര പുരുഷനായ വെണ്ണക്കണ്ണനായിട്ട് ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ആ വെണ്ണക്കണ്ണന്റെ കഥകളെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞും കേട്ടും ആ വെണ്ണക്കണ്ണനുമായിട്ട് നമ്മളിങ്ങനെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ വെണ്ണക്കണ്ണന്റെ സേവകനായിട്ട് മാറും. അല്ലേ? ആ വെണ്ണക്കണ്ണന്റെ ഭക്തന്മാരായിട്ട് മാറും നമ്മള്. അങ്ങനെ 7 ദിവസവും ആ കള്ളൻ കണ്ണന്റെ കൂട്ടുകാരനായിട്ട് മാറും നമ്മള്. ആ കള്ളൻ കണ്ണന്റെ അച്ഛനും അമ്മയായിട്ട് മാറും നമ്മളില്ലേ? അല്ലെങ്കിൽ ആ കള്ളക്കണ്ണനെ പ്രേമിക്കുന്ന ഗോപികമാരായിട്ട് മാറും നമ്മളില്ലേ? ഇല്ലെങ്കിൽ ആ കള്ളക്കണ്ണനെ കുറ്റം പറഞ്ഞ കംസനായിട്ട് മാറാം. അത് പറ്റത്തില്ലയോ? അങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പൊ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തൽക്കാലം എന്താ ചെയ്യുക? നമ്മളിൽ നിന്നും അന്യമായിട്ട് ഭഗവാനെ കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് കണ്ട് നാളെ മുതൽ ആ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ 7 ദിവസം വർണ്ണിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരായി നമുക്ക് ഇപ്പോഴ് സാധ്യമായിരിക്കുന്നത്. അപ്പൊ അതായിരിക്കും നാളെ മുതലൂടെ നടക്കാൻ പോകുന്നത്. രാവിലെ 6 മണിക്ക് വൈദിക സ്വത്ത് ജപത്തോടുകൂടി ഗണപതി ഹോമം ആരംഭിക്കും. ആ സമയത്ത് വേദസൂക്തങ്ങളൊക്കെ ഇവിടെ ചൊല്ലും. പുരുഷ സൂക്തം ചൊല്ലും, സ്ത്രീ സൂക്തം, ദുർഗാസൂക്തം, ഇതെല്ലാം ജപിക്കും. അതിനുശേഷം നമ്മള് വിഷ്ണു സഹസ്രനാമം ജപിക്കും. അതിനു മുമ്പായിട്ട് ഭദ്രദീപം കൊണ്ടുവന്നിട്ട് ഇവിടെ ആ ഭദ്രദീപം കൊണ്ടുവരുന്നത് ഭഗവതിയെ പ്രതീകമായിട്ടാണ്. ഭഗവതിയുടെ ചൈതന്യത്തെ അവിടെ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് ആ ഭഗവതി തിരുമുഖി ഇതുകൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അതെല്ലാം നടത്തിയിട്ട് തിരുവാക്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ പറയാനുള്ള ഇതാണ്, രാവിലെയുള്ള ഗണപതി ഹോമത്തിനകം പരമാവധി ആൾക്കാർ പങ്കുചേരും. അത് പങ്കുചേർന്ന് കഴിഞ്ഞാല് ഈ വൈദിക സ്വത്ത് ജപവും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന് അതിനോടൊപ്പം ജപിച്ചുകൊണ്ടിരുന്ന് നാമൊക്കെ ജപിച്ചുകൊണ്ടിരുന്ന് ആ ഗണപതി ഹോമത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്കൊരു ഈശ്വരമായ ഭാവം മനസ്സിലാക്കി വളർത്താൻ പറ്റില്ലേ? ചെറിയ ചെറിയ തുള്ളികളാണ് വലിയ പെരുങ്കണ്ണായി മാറുന്നത്. എന്നതുപോലെ ഈ ഓരോ അവസരങ്ങളിൽ കൂടി നമ്മൾ നമ്മളുടെ മനോഭാവത്തെ മാറ്റി 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 എടുക്കാൻ കിട്ടുന്ന അവസരങ്ങളല്ലേ? അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തണം. അതിനോടൊപ്പം ഞാൻ കാര്യം പറയട്ടെ, ഈ ഭഗവാന്റെ തിരുമുമ്പിൽ നമ്മൾ 7 ദിവസം ഒരു നെയ്വിളക്ക് വെക്കും. കടാവിളക്കായി 7 ദിവസം. അത് ദീപാരാധന സമയത്ത് 5 രീതിയിൽ, അല്ലാത്ത സമയത്ത് 2 രീതിയോ 1 രീതിയോ ഇട്ട് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ കടാതേകൊണ്ട് സൂക്ഷിക്കും. കടാവുക നമ്മുടെ ദുരിതങ്ങളാകുന്നതായ നെയ്യ് ഈ ഭഗവാന്റെ തിരുമുമ്പിൽ ഇങ്ങനെ എരിഞ്ഞു തീരാൻ വേണ്ടി നമ്മുടെ ദുരിതങ്ങളാകുന്ന നെയ്യ് 7 ദിവസം ഭഗവാൻ സമർപ്പണം ചെയ്യാൻ ഏതെങ്കിലും സൂര്യകൾക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായി? നിങ്ങൾ ആ നെയ്യ് വാങ്ങിച്ചിവിടെ കൊടുത്തിട്ട് ഭഗവാനെ എന്റെ ഈ ദുരിതങ്ങളെ നിന്റെ മുമ്പിൽ എരിച്ച് തീർക്കേണ്ടവേ എന്നുള്ള ഭാവനയോട് ആ കൊടുക്കുക. 7 ദിവസവും അങ്ങനെ ഭഗവാന്റെ തിരുവമ്പിൽ നമ്മുടെ ദുരിതങ്ങൾ എരിഞ്ഞു തീരട്ടെ. നിങ്ങൾ കൊടുക്കുന്ന ആ നെയ്യ് തന്നെയായിരിക്കും എടുത്തുവിടെ ഗണപതി ഹോമത്തിൽ അല്പം ഉപയോഗപ്പെടുത്തുക. അപ്പൊ അത് ചെയ്യാൻ സന്മനസ്സുള്ളതായ സുഹൃത്തുക്കള് നെയ്യ് വാങ്ങിച്ചു കൊണ്ട് തരിക, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക. അതല്ല 7 ദിവസത്തെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 1 ദിവസത്തെ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളെ കൊണ്ട് ആകാവുന്ന രീതിയിൽ ഭഗവാനെ സേവിക്കുക. എന്നും ഈ കണ്ണന് മാല വേണം. വനമാല ഭഗവാൻ ഭാഗം ചെയ്ത വനമാലയുണ്ടല്ലോ. എന്താണെന്ന് പറയുക? മായയാണ് വനമാല എന്ന് പറയും. ഭാഗവതം 12ാമത്തെ സ്കന്ധത്തിനകത്ത് വിഷ്ണുവിഭൂതി കഥകൾ എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് മായ വനമാലയാണ് എന്ന് പറയും. അതുകൊണ്ട് ഭഗവാനെ എന്റെ ഈ മാല ഞാൻ അഭിഷേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഈ ദൗർബല്യമാകുന്ന മായയിൽ നിന്നും മോചിപ്പിച്ച് തന്നെ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള സുഹൃത്തുക്കൾക്ക് 7 ദിവസവും മാല സമർപ്പണം ചെയ്യാൻ ഭഗവാൻ. ചെറിയ ചെറിയ മാലകളെല്ലാം തുളസിമാലകളെ കെട്ടി ഇവിടെ കൊടുക്കുകയും ചെയ്യും. കേരളത്തിലല്ലേ? അങ്ങനെ അവരെ വരെ കൊണ്ടാകാൻ പറ്റാവുന്ന രീതിയിൽ ഭഗവാന് സമർപ്പണം ചെയ്ത്
തൽക്കാലം നമ്മൾ ധന്യമായിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഭഗവാനെ സേവിക്കുക. രാവിലെ 6 മണിക്ക് നമ്മൾ ആരംഭിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും സാന്നിധ്യം ഉണ്ടാകണം. ഈ ശബ്ദമൊക്കെ ഇങ്ങനെ മഴയൊക്കെ കേൾക്കുമ്പോൾ സമയമായി നിങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടാവില്ലേ? ശബ്ദം ശരിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും എന്റെ ആനന്ദ ചിന്മയ ഹരി ഗോപികാരമ ഞാനെന്ന ഭാവം അത് തോന്നായിരം അത് തോന്നുന്നതായി അഖിലം ഞാനിതെന്ന വഴി തോന്നിയതേ വരത എന്ന അവസ്ഥയിലേക്ക് മനസ്സിനെ ഉയർത്താൻ വേണ്ടി സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിവിധ മനസ്സിലാവും. സർവം സമർപ്പയാമി. ഹരി ഓം.